പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രാർത്ഥനയിൽ ലോകത്തെ സ്പർശിക്കുക. ടച്ച് ദ വേൾഡ് ത്രൂ പ്രയർ. ഈ പരിഹാര ശുശ്രൂഷയിലേക്ക് എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ നിങ്ങളെ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് വിശുദ്ധരുടെ കൂട്ടായ്മയിൽ കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി ചിന്തിയ വിശുദ്ധ ബലിയുടെ അനന്തമായ യോഗ്യതയിൽ ഇന്ന് ഈ ശുശ്രൂഷകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം ഒന്നു ചേർന്ന് ആരംഭിക്കുകയാണ്. ജഡിക പാപത്തിൽ ജീവിക്കുന്ന ആത്മാക്കളെ ഇന്ന് നമ്മൾ ഒന്നു ചേർന്ന് ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമറിയം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റും ഓടി നടന്ന് നമ്മോട് പറയുന്ന ശക്തമായ ഒരു സന്ദേശമാണല്ലോ, പരിഹാരം ചെയ്ത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഈ യുദ്ധത്തിൽ നമ്മളും ചേർന്ന് നിന്നുകൊണ്ട് ലോകത്തെമ്പാടും ജഡിക പാപത്തിൻ്റെ ചെളിക്കുടിയിൽ കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ദൈവം മഹത്വപ്പെടുന്നതിന് വേണ്ടി ഇന്ന് നമ്മൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ജഡിക പാപത്തിന്റെ അടിമത്തിൽ നിന്നും കരകയറാൻ സാധിക്കാത്ത എല്ലാ മക്കളെയും ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും എൻ്റെയും നിങ്ങളുടെയും ജീവിതമെടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. ജഡത്തിൻ്റെ ആസക്തികൾക്ക് ചിലപ്പോഴെങ്കിലും വിട്ടുകൊടുക്കുന്ന ഒരു ജീവിതമാണ് നമ്മളുടെ ജീവിതം. ആയതിനാൽ ഇന്നത്തെ ഈ ശുശ്രൂഷ മറ്റാർക്കും വേണ്ടിയുള്ളതല്ല, മറിച്ച് ഇന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ള ശുശ്രൂഷയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ സാത്താൻ വെക്കുന്ന ജഡിക പാപത്തിന്റെ കെട്ടുകൾ ഈ നിമിഷം ഈ ശുശ്രൂഷയിൽ കർത്താവിന്റെ അനന്തമായ കാരുണ്യത്തിൽ പൊട്ടിച്ചിതറുന്നതിന് വേണ്ടി നമ്മൾ ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് എന്നെയും നിങ്ങളെയും ലോകം മുഴുവനെയും ഒരു നിമിഷം നമുക്ക് സമർപ്പിക്കാം. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള തിരുലിഖിതങ്ങളിൽ ജഡത്തിന്റെ വ്യാപാരങ്ങൾ എന്താണ് എന്ന് വിശുദ്ധ ലിഖിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജഡത്തിന്റെ വ്യാപാരങ്ങൾ ആത്മാവിന്റെ വ്യാപാരങ്ങൾക്ക് എതിരാണ് എന്നും ജഡത്തിന്റെ വ്യാപാരങ്ങൾ അനുസരിച്ച് ജീവിക്കരുത് എന്നും വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുകയാണ് ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് നമ്മൾ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ആയതിനാൽ ഒരു നിമിഷം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ജഡിക പാപത്തിന്റെ അടിമത്തിൽ കഴിയുന്ന സകലരെയും സമർപ്പിച്ചുകൊണ്ട് നമ്മളൊക്കെ ഇടയ്ക്കെങ്കിലും വീണുപോകുന്ന ജഡത്തിന്റെ ആസക്തികളുടെ സർവ്വ തലങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഒരു പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് എന്ന് റോമാ പ്രവചനത്തിന്റെ 14-ാം അധ്യായത്തിൽ നമ്മൾ ശ്രവിക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, ഈ രാത്രിയിൽ സകല ജഡിക പാപത്തിന്റെ അടിമത്തിൽ കഴിയുന്ന ദൈവത്തിന്റെ എല്ലാ മക്കളും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവാനുഭവത്തിലേക്ക് ഉയരുന്ന ഒരു അനുഭവത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന്, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഈ നിമിഷം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ
ശക്തമായൊരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട്, ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ആത്മശക്തി വ്യാപരിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പാടുന്നു, പ്രാർത്ഥിക്കുന്നു. നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. രക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ, എല്ലാ ഹൃദയങ്ങളെയും ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, നിന്നെ ഈ രാത്രിയിൽ നിന്റെ പ്രിയപ്പെട്ട മക്കൾ അനുഭവിക്കുന്നതിന് വേണ്ടി ഈ നിമിഷം ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എല്ലാവരും ചേർന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒന്ന് ചേർന്ന് പാടുന്നു, പ്രാർത്ഥിക്കുന്നു. പെന്തക്കോസ്ത് അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. സ്നേഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, പരിശുദ്ധി അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് ഈ നിമിഷം ഉള്ളിൽ വസിക്കുവാൻ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഉള്ളങ്ങളെ ഏറ്റെടുക്കണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആഗ്രഹത്തോടെ പാടുന്നു, ഹൃദയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ എത്ര വർഷം പഴക്കമുള്ള അവസ്ഥയാണെങ്കിലും ആ കാലഘട്ടത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുവാൻ ആഗ്രഹിച്ച് പാടുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഏറ്റെടുക്കണമേ പരിശുദ്ധാത്മാവേ, വിടുതൽ നൽകണമേ പരിശുദ്ധാത്മാവേ, രക്ഷയ്ക്കായി കടന്നു വരണമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഒന്ന് അപേക്ഷിച്ച്. പരിശുദ്ധ അമ്മ, പരിശുദ്ധയായ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിയുടെ കാപ്പയാൽ ഈ നിമിഷം നമ്മൾ ഈ ഓരോരുത്തരെയും പൊതിയുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് വർഷങ്ങളായി നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്ന സകല ചങ്ങലകളും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സാന്നിധ്യത്തിൽ തകർന്നടിയുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് 3 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രാർത്ഥനയിൽ ലോകത്തെ സ്പർശിക്കുക. ഇത് സ്വർഗത്തിന്റെ ആഗ്രഹമാണ്. പ്രാർത്ഥനയിൽ ആത്മാക്കളെ നേടുക. ഇത് ദൈവത്തിൻ്റെ ഹിതമാണ്. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ദൈവത്തോട് ചേർന്ന് യുദ്ധം ചെയ്യുവാൻ, ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ആത്മാക്കളെ സ്വർഗത്തിന് വേണ്ടി നേടുവാൻ ദൈവം ഈ രാത്രിയിൽ നമ്മെ ഒന്നിപ്പിച്ചിരിക്കുകയാണ്. ആമേൻ. ഇന്ന് ഷെക്കേന മിനിസ്ട്രിയിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന്, ഭാരതത്തിലും അതിന് വെളിയിലുമായി വ്യത്യസ്ത രാജ്യങ്ങളിലിരുന്ന് നമ്മൾ ഒരു സമൂഹമായി, ഒരു കുടുംബമായി കർത്താവിനോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ആത്മാക്കളെ നേടുവാനുള്ള ഒരു ഓട്ടം ആരംഭിക്കുകയാണ്. ആമേൻ. പരിശുദ്ധ അമ്മയുടെ ഒരാഗ്രഹമാണ് നമ്മൾ ഒന്ന് ചേർന്ന് അമ്മയുടെ മക്കൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ആത്മാക്കളെ നേടുക എന്നുള്ളത്. ആമേൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ രാത്രിയിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിൻ്റെ ആഗ്രഹം ഏറ്റെടുത്ത് ഒരു ആത്മീയ യുദ്ധം ആരംഭിക്കുകയാണ്. ഈ യുദ്ധത്തിൽ നമ്മൾ തനിച്ചല്ല. വിശുദ്ധരുണ്ട്, പരിശുദ്ധ അമ്മയുണ്ട്, കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചിന്തിയ കാൽവരി ചിന്ത തിരുരക്തത്തിൻ്റെ അഭിഷേകമുണ്ട്. ആയതിനാൽ പ്രിയമുള്ളവരെ, ഇന്ന് ഈ മണിക്കൂറിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട്, ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട്, ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുലിഖിതം നമുക്കൊന്ന് ശ്രവിക്കാം. ഉൽപ്പത്തി 3:6. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യകരവും കണ്ണിന് കൗതുകകരവുമാണെന്ന് കണ്ട് ഹവ്വ അത് പറിച്ച് തിന്നു. അങ്ങനെ ലോകത്തിൽ ആദ്യ പാപം ഈ ലോകത്ത് ഉണ്ടാവുകയാണ്. കണ്ണിന് കൗതുകകരമായ ആ പഴം പറിച്ച് അവൾ തിന്നുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പാപം ചെയ്യുന്നു. ഏറ്റവും ആദ്യം പാപത്തിലേക്ക് നമ്മെ നയിക്കുന്നത് കണ്ണാണ്. കണ്ണ് അതിൻ്റെ വിശുദ്ധിയിൽ നമ്മൾ കാത്ത് പരിപാലിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ശരീരം മുഴുവനും അതിൻ്റെ വിശുദ്ധിയിൽ കാത്തു പരിപാലിക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് തിരുലിഖിതം പഠിപ്പിക്കുന്നു. ഇന്ന് ജഡിക പാപം എന്ന് പറയുന്നത് എന്താണ്? കണ്ണിന് ആസ്വാദ്യകരമായ ചില കാര്യങ്ങൾ, കണ്ണിന് കൗതുകകരമായ ചില കാര്യങ്ങൾ അത് കണ്ടപ്പോൾ അത് സ്വന്തമാക്കുവാൻ നമ്മൾ ഒരുപക്ഷെ പരിശ്രമിച്ചതിൻ്റെ ഫലമാണ് ജഡിക പാപത്തിലേക്ക് വീണു പോവുക. പ്രിയമുള്ള സഹോദരങ്ങളെ, കണ്ണാണ് പാപത്തിലേക്ക് ആദ്യമായി നയിക്കുന്ന വസ്തു. കണ്ണ് പ്രലോഭനത്തിലേക്ക് നമ്മളെ നയിച്ച ചില വ്യക്തികളെ, ചില വസ്തുക്കളെ, ചില സാഹചര്യങ്ങളെ സ്വന്തമാക്കിയ നിമിഷങ്ങളാണല്ലോ ജഡിക പാപത്തിലേക്ക് വീണുപോയ നിമിഷങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 33-ാം അധ്യായത്തിൻ്റെ 15-ാം തിരുലിഖിതത്തിൻ്റെ അവസാന വാക്കുകൾ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യെശയ്യാ 33:15. തിന്മ ദർശിക്കാതിരിക്കുവാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ
അവൻ ഉന്നതങ്ങളിൽ വസിക്കും. ആമേൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ജഡിക പാപത്തിലേക്ക് നമ്മൾ വീണു പോകുമ്പോൾ സംഭവിക്കുന്ന ഇതാണ്: ഉന്നതത്തിൽ വസിക്കുന്നവൻ താഴേക്ക് നിപതിക്കുന്നു എന്ന വചനം പഠിപ്പിക്കുന്നു. തിന്മ ദർശിക്കാതിരിക്കുവാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ അവൻ ഉന്നതങ്ങളിൽ വസിക്കുമെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ലോകത്ത് അനേകം മക്കളെ ഈ പാപത്തിലേക്ക് ബന്ധിച്ചിട്ടുന്ന ഒരു വലിയ മേഖലയാണ് കണ്ണിൻ്റെ ദുരാസക്തി. അതുകൊണ്ട് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഇപ്രകാരമാ: കണ്ണിൻ്റെ ദുരാസക്തി. യോഹന്നാസ്ലീഹയുടെ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 15-16 തിരുലിഖിതങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കണ്ണിൻ്റെ ദുരാസക്തി, ശരീരത്തിൻ്റെ ജഡത്തിൻ്റെ ആസക്തി, ഇവയ്ക്ക് വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ പാവബന്ധനങ്ങളിലേക്ക് നടന്നടുക്കപ്പെടുന്നുവെന്ന്. അതിനാൽ ഇന്ന് ഈ ശുശ്രൂഷകളോട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 22-23 തിരുലിഖിതങ്ങളിൽ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. മത്തായി സുവിശേഷകന്റെ 6-ാം അധ്യായത്തിൻ്റെ 22 തിരുലിഖിതം: കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, കണ്ണിൻ്റെ ആസക്തികളെ ശരീരത്തിൻ്റെ ആസക്തികളിലേക്ക് നയിക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കണ്ണിനെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കണമെന്ന ആദ്യത്തെ സന്ദേശത്തോടെയാണ് ഇന്നത്തെ ഈ ശുശ്രൂഷ നമ്മൾ ആരംഭിക്കുക. പരിശുദ്ധ കന്യകാമറിയം ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് കരഞ്ഞുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന അനുഭവമുണ്ട്. കണ്ണിലൂടെ മനുഷ്യൻ പാപം ചെയ്ത് കണ്ണിൻ്റെ ആസക്തികൾക്ക് വിട്ടുകൊടുത്ത് ശരീരത്തിൻ്റെ ആസക്തികളിലേക്ക് നയിച്ച് മനുഷ്യൻ മുഴുവനും ജഡികപാപത്തിൻ്റെ അടിമത്തിലേക്ക് കടന്നു വരുമ്പോൾ കണ്ണുകൊണ്ട് കരഞ്ഞുകൊണ്ട് കണ്ണിൻ്റെ രക്തക്കണ്ണീരൊഴുക്കിക്കൊണ്ട് പരിശുദ്ധ കന്യകാമറിയം നമുക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് പറയുകയാ: മക്കളെ, ഈ പാപം മൂലമാണ് ഇന്ന് സ്വർഗം ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് എന്ന്. ജഡിക പാപം മൂലമാണ് ഇന്ന് സ്വർഗം ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് എന്ന് പരിശുദ്ധയമ്മ പറഞ്ഞു തരുന്നില്ലേ? ലാസലറ്റിൽ പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ പരിശുദ്ധയമ്മ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുകയാണ്. കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയമ്മ ഇപ്രകാരം പറയുന്നു: ദൈവ കോപത്തിന്റെ സമയം ആഗതമായിരിക്കുന്നു. ജനം മാനസാന്തരപ്പെടുവാൻ തയ്യാറായില്ലെങ്കിൽ മനുഷ്യന്റെ നന്ദികേടുകൾക്കെതിരെ ദൈവനീതിയുടെ കോപം ജ്വലിക്കും. എൻ്റെ പുത്രൻ തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുകയും ചെയ്യും. മനുഷ്യൻ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ലാസലറ്റിൽ പറയുന്നു: ഇതെല്ലാം സംഭവിക്കുവാൻ ആരംഭിക്കുമ്പോഴേക്കും ഭൂതലം മുഴുവനും അസ്വസ്ഥതകൾ വ്യാപിക്കും. ഭക്തിരാഹിത്യത്തിലേക്കും ദുരാസക്തികളിലേക്കും ലോകം വീണുപോകും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് ഈ ലോകത്ത് ഇന്ന് അച്ചട്ടായി നിറവേറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ലാസലറ്റിൽ പരിശുദ്ധയമ്മ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട് പറയുന്നു: മക്കളെ, ദുരാസക്തിക്ക് വിട്ടുകൊടുക്കരുത്, ശരീരത്തിൻ്റെ ആസക്തികൾക്ക് വിട്ടുകൊടുക്കരുത്. അതിനൊരു കാരണമുണ്ട്. കാരണം സ്വർഗം വേദനിക്കുന്നത് ഈ ആസക്തികൾക്ക് മനുഷ്യൻ വിട്ടുകൊടുക്കുമ്പോഴാണ് എന്ന് പരിശുദ്ധയമ്മ ലാസലറ്റിൽ പറഞ്ഞെങ്കിൽ എന്തുകൊണ്ടാണ് സ്വർഗം ഇത്രമാത്രം വേദനിക്കുവാൻ കാരണം? അതാണ് സഹോദരങ്ങളെ, കൊരിന്തോസിന്റെ 1-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 6-ാം തിരുലിഖിതം നമ്മെ പഠിപ്പിക്കുക. 1 കൊരിന്തോസിന്റെ 3:16 അതിൻ്റെ ശക്തി നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് പരിശുദ്ധയമ്മ എന്തുകൊണ്ടാണ് ലാസലറ്റിൽ കരഞ്ഞത് എന്ന് മനസ്സിലാവുക. 1 കൊരിന്തോസിന്റെ 3-ാം അധ്യായത്തിന്റെ 16-17 തിരുലിഖിതങ്ങൾ: നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും
നിങ്ങൾ അറിയുന്നില്ലേ? ആമേൻ. ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ആമേൻ. എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കോപം ആസന്നമായിരിക്കുന്നുവെന്ന് പരിശുദ്ധിയമ്മ ലാസലറ്റിൽ പറയുന്നു. മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ലോകത്ത് ദൈവകോപം മൂലം കടന്നു വരുന്ന ചില ശിക്ഷകൾ മനുഷ്യൻ ഏറ്റെടുക്കേണ്ടി വരും. സ്നേഹത്തോടെ, മാതൃസ്നേഹത്തോടെ പരിശുദ്ധിയമ്മ വ്യക്തിപരമായി നമ്മോട് സംസാരിക്കുകയാ. മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ദൈവകോപം ഈ ലോകത്ത് കടന്നു വരുന്ന നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അതെന്താണ് എന്ന് വിശുദ്ധ ലിഖിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മുടെ ശരീരം ദൈവാത്മാവിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയമായ നമ്മളുടെ ശരീരങ്ങൾ നമ്മൾ ജഡിക പാപത്തിലൂടെ തകർക്കുമ്പോൾ ദൈവവും നമ്മളെ തകർക്കുവാനുള്ള സാധ്യതകളെക്കുറിച്ച് തിരുലിഖിതം നമ്മെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ഈ പാപത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഇതിനുള്ള ഒരു വിടുതലിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പരിത്യാഗം ചെയ്യുകയും ചെയ്യണമെന്നുള്ള സന്ദേശമാണ് ഈ രാത്രിയിൽ നമ്മൾ സ്വീകരിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രാർത്ഥന തീർച്ചയായും നമുക്ക് വലിയ ശക്തി സ്വർഗത്തിൽ നേടിത്തരുന്നതാണ്. എന്നാൽ പ്രാർത്ഥനയ്ക്കൊപ്പം പരിത്യാഗം കൂടി ചെയ്യുമ്പോഴാണ് വിടുതൽ സംഭവിക്കുക. ഓരോ പാപങ്ങൾക്കും പരിഹാരം ചെയ്ത് യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയോട് നമ്മളെ ചേർത്ത് വയ്ക്കുമ്പോൾ ആ പരിഹാരത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കുമ്പോൾ വിടുതലായി കടന്നു വരുന്നത് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടല്ലേ തിരുലിഖിതം നമ്മെ പഠിപ്പിക്കുക, ശരീരത്തിൽ പീഡനമേൽക്കുന്നവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നുവെന്ന്. ശരീരത്തിൽ പീഡനമേൽക്കുന്നവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വിശുദ്ധരുടെയൊക്കെ ജീവിതങ്ങൾ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാ: പരിഹാരവും പ്രായശ്ചിത്തവും ചെയ്ത വിശുദ്ധരാണ് ഇന്ന് സഭയിൽ വിളങ്ങുന്നത്. പരിഹാരത്തിലൂടെ, പ്രായശ്ചിത്തത്തിലൂടെ ശരീരത്തിൽ പരിഹാരം ചെയ്ത് പാപത്തോട് വിട പറഞ്ഞ വിശുദ്ധരാണ് നമുക്ക് മാതൃക. ഈ വിശുദ്ധരുടെ മാതൃക അനുഗമിക്കുവാനാ, പിൻചെല്ലുവാനാ പരിശുദ്ധി അമ്മ നമ്മെ വിളിക്കുക. വീണ്ടും പരിശുദ്ധി അമ്മ ഇക്വഡോറില് മരിയാന ഓഫ് ജീസസ് എന്ന സഹോദരിക്ക്, സിസ്റ്ററിന് പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശങ്ങൾ നമുക്കറിയാം. അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് എന്ന പേരിൽ ഇക്വഡോറിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വളരെ ശക്തമായ സന്ദേശങ്ങളാണ് ഇക്വഡോറിൽ പരിശുദ്ധി അമ്മ നൽകുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇക്വഡോറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്രകാരമാണ്: 16-ാം നൂറ്റാണ്ടിലാണ് പരിശുദ്ധി അമ്മ ഇക്വഡോറിൽ പ്രത്യക്ഷപ്പെട്ടത്. മരിയാനറ്റി ടോറസ് എന്ന് പറയുന്ന സിസ്റ്ററിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പരിശുദ്ധി അമ്മ പറഞ്ഞു, ഇത് 20-21 നൂറ്റാണ്ടുകളിൽ ജീവിക്കുവാൻ പോകുന്ന ദൈവമക്കൾക്ക് വേണ്ടിയുള്ള സന്ദേശമാണ് എന്ന്. പ്രിയമുള്ളവരെ, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, നമ്മളായിരിക്കുന്ന ഈ നൂറ്റാണ്ടിന് വേണ്ടി നമ്മൾ മനസ്സിലാക്കണം, 4-5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പരിശുദ്ധ കന്യാമറിയം ബലിയാൽ മക്കളെ ഒരുക്കി അവരെ കൊണ്ട് പരിഹാരം ചെയ്യിച്ചു, അവരെ കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യിച്ചു. ഏതാണ്ട് 4-5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയുള്ള പാപ സാഹചര്യങ്ങൾക്ക് വേണ്ടി ബലിയാൽ മക്കളെ തിരഞ്ഞെടുത്ത് പരിശുദ്ധിയമ്മ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. എങ്കിൽ തിരിച്ചറിയണം, 16-ാം നൂറ്റാണ്ടിൽ ഈ സിസ്റ്റർ നമ്മ പ്രത്യക്ഷപ്പെട്ട് 20-21 നൂറ്റാണ്ടുകളിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തി, മകളെ, ആ മക്കൾക്ക് വേണ്ടി, ആ നൂറ്റാണ്ടിൽ ജീവിക്കുവാൻ പോകുന്ന മക്കൾക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി നീ പരിഹാരം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധി അമ്മ 16-ാം നൂറ്റാണ്ടിൽ ഇക്വഡോറിൽ ഇറങ്ങി വന്നെങ്കിൽ ആ സന്ദേശം എത്രമാത്രം ഗൗരവമുള്ളതാണെന്നും നമുക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ അതിന് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്നും നമ്മൾ തിരിച്ചറിയണം. നമുക്കൊന്ന് ശ്രമിക്കാം. പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശം
ഈ കാലഘട്ടത്തിൽ ഈ 16-ാം നൂറ്റാണ്ടിൽ നൽകിയ സന്ദേശം നമുക്ക് വേണ്ടിയുള്ള സന്ദേശം ഇപ്രകാരമാണ്: വ്യഭിചാര ദുർഭൂതം എഴുന്നേൽക്കുകയും പൊതുസ്ഥലങ്ങളിൽ അശ്ലീലതയുടെ പ്രളയം കരകവിഞ്ഞൊഴുകുകയും ചെയ്യും. ലോകത്തിൽ ചാരിത്രശുദ്ധിയുള്ള ആരും ശേഷിക്കാത്ത വിധത്തിൽ ഭോഗാസക്തി വർദ്ധിക്കും. കുട്ടികളിൽ നിഷ്കളങ്കത കാണപ്പെടുകയില്ല. സ്ത്രീകളിൽ പാതിവൃത്യം നഷ്ടപ്പെടും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സന്ദേശം ഇന്ന് ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? വ്യഭിചാരത്തിന്റെ ദുർഭൂതം ലോകം മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. നിഷ്കളങ്കത കുട്ടികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ഓർക്കുകയാണ്, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മിഷനിലായിരുന്ന സമയത്ത്, ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് +2 പഠിക്കുന്ന ഒരു യുവാവ് എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞത് ഇപ്രകാരമാണ്: +2 പഠിക്കുന്ന യുവാവെന്ന് പറയുന്നത് 10-16 വയസ്സ് പ്രായമേ ഉള്ളൂ. ആ കുട്ടി പറഞ്ഞ ഇപ്രകാരമാണ്: അച്ഛാ, ഐ ഹാവ് മെസ്ഡ് അപ്പ് വിത്ത് മൈ ലൈഫ്. ഞാൻ കുട്ടിക്കാലം മുതലേ ചില പ്രത്യേക പാപങ്ങൾക്ക് അടിമയാണ്. ഐ ഹാവ് മെസ്ഡ് അപ്പ് വിത്ത് മൈ ലൈഫ്. ദൈവത്തിന് പോലും എന്നോട് ക്ഷമിക്കുവാൻ സാധിക്കില്ല എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് കുട്ടികളിൽ പോലും ജഡിക പാപത്തിൻ്റെ ആസക്തികൾ, ഇതിൻ്റെ വിത്തുകൾ സാത്താൻ വിതച്ച് അനേകരെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന് തീർച്ചയായും കരുണയുടെ മുഖമുണ്ട് എന്ന് ആ യുവാവിന് പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാനുള്ള വഴി അവ ഒരുക്കപ്പെടുകയും ആ യുവാവ് അതിലേക്ക് നടന്നെടുക്കുകയും ചെയ്യുന്നത് കാണുകയുണ്ടായി. പ്രിയമുള്ള സഹോദരങ്ങളെ, കുട്ടികളിൽ നിന്ന് പോലും നിഷ്കളങ്കത നഷ്ടപ്പെടുമെന്നും സ്ത്രീകളിൽ മിതത്വം നഷ്ടപ്പെടുമെന്നും പരിശുദ്ധ അമ്മ 4-5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചുവെങ്കിൽ അതിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, ഈ പാപബന്ധനങ്ങളിൽ നിന്ന് ഈ ലോകത്തെ രക്ഷിക്കുവാൻ, പരിഹാരം ചെയ്യുവാൻ ആരെങ്കിലും വേണം. പരിഹാരം ചെയ്യുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിലേ ഈ കാലഘട്ടത്തിൽ ഈ മക്കളെ, നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കുകയുള്ളൂ. ആ പരിഹാരത്തിന് വേണ്ടിയുള്ള വിളിയാണ് ഇന്ന് ഞാനും നിങ്ങളും സ്വീകരിക്കുക. നമ്മുടേതായ രീതിയിൽ ഈ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് ഓരോ ആത്മാക്കളെയും സ്വർഗത്തിന് വേണ്ടി നേടിയെടുക്കുവാനുള്ള വിളി ഈ രാത്രിയിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, തീരുമാനിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള പരിഹാര പ്രവൃത്തികൾ ചെയ്ത് ആത്മാക്കളെ രക്ഷിക്കുവാനുള്ള ഒരു ഓട്ടം നമ്മൾ ആരംഭിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഈ രാത്രിയിൽ ദൈവം നമ്മളെ നയിക്കട്ടെ. പരിശുദ്ധ അമ്മ, വീണ്ടും പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ലൂർദിലും ഫാത്തിമയിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ടപ്പോഴും അമ്മ നൽകിയ സന്ദേശം ഇപ്രകാരമാണല്ലോ: മക്കളെ, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരുമില്ല. അതിനാൽ അനേക ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഈ ലോകത്ത് പ്രാർത്ഥിക്കുവാൻ ആരുമില്ലാത്തതിനാൽ അനേകം പാപികളുടെ ആത്മാക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പരിശുദ്ധ അമ്മയുടെ വേദനയാണ്. കാരണം സ്വർഗത്തിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ ഇറങ്ങി വന്ന പരിശുദ്ധ അമ്മ നമ്മോട് ആഹ്വാനം ചെയ്യുകയാ, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒന്നിക്കണമെന്ന്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരുമില്ലാത്തതിനാൽ അനേകം ആത്മാക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വീണ്ടും ഫാത്തിമയിൽ അമ്മ കൂട്ടിച്ചേർത്തു, ജഡിക പാപം മൂലമാണ് ഇന്ന് അനേകം ആത്മാക്കൾ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. അനേകം ആത്മാക്കൾ നരകത്തിലേക്ക് പോകുന്നത് ജഡിക പാപം മൂലമാണ് എന്ന് പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അതിനോടൊപ്പം അമ്മ കൂട്ടിച്ചേർത്ത മറ്റൊരു കാര്യമുണ്ട്: നിങ്ങൾ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ അമ്മയുടെ മക്കളെ ഒരുമിച്ച് കൂട്ടുകയാണ്.
ലോകത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ നിന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 15-16 തിരുലിഖിതങ്ങൾ നമുക്ക് ശ്രമിക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 15-16 തിരുലിഖിതങ്ങൾ. ലോകത്തെയോ അതിലുള്ളവയോ വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. ഇനി 16 വളരെ വ്യക്തമായി വചനം പഠിപ്പിക്കുകയാണ്. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. ആയതിനാൽ എത്രയും പെട്ടെന്ന് ഈ ജഡിക ആസക്തികളിൽ നിന്ന് ഓടി അകലുവാനുള്ള വിളി സുവിശേഷത്തിലൂടെ, തിരുലിഖിതങ്ങളിലൂടെ, ലേഖനങ്ങളിലൂടെ നമ്മൾ ശ്രവിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് തനിച്ച് അത് ഏറ്റെടുക്കുവാൻ സാധിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തെ നമ്മൾ സഹായിയായി സ്വീകരിക്കുക. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ഈശോ നമുക്ക് അമ്മയായി നൽകിയിരിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 15-ാം തിരുലിഖിതത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ടല്ലോ, പിശാചിനോട് പിതാവായ ദൈവം പറയുന്ന ഒരു കാര്യം, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവളുടെ സന്തതി നിന്റെ തല തകർക്കുമെന്ന്. പിതാവിനാൽ ഈ ലോകത്ത് സ്ഥാപിക്കപ്പെട്ട ഏക ശത്രുത സാത്താനും പരിശുദ്ധ കന്യകാമറിയവും തമ്മിലുള്ള ശത്രുതയാണ് എന്ന് വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, തിരിച്ചറിയുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് യുദ്ധം ചെയ്യുന്നവന് സാത്താനെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തുവാൻ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ നമ്മൾ സഹായിയായി ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഉദ്യമത്തിന് വേണ്ടി പരിശ്രമിക്കുക. പരിശുദ്ധ അമ്മ ഈ ലോകത്ത് എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടുവോ അവിടെയെല്ലാം നമുക്ക് നൽകിയ സന്ദേശം ഇത് തന്നെയാ. മക്കളെ, പ്രാർത്ഥിക്കുക, 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 പരിഹാരം ചെയ്യുക, പരിത്യാഗം ചെയ്യുക. പരിഹാരത്തിലൂടെയും പരിത്യാഗത്തിലെയും സ്വന്തം ആത്മാക്കളെ രക്ഷിക്കുക, ഒപ്പം മറ്റുള്ളവരുടെ ആത്മാക്കളെയും നേടുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മെച്ചുകരയിൽ പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഏറ്റവും നീണ്ടു നിൽക്കുന്ന പ്രത്യക്ഷപ്പെടൽ നമ്മൾ കണ്ടു. 1981 ആരംഭിച്ച പ്രത്യക്ഷപ്പെടൽ നമുക്കറിയാം, ഈ 2020 കൂടിയാണ് അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തുക. 20 ശേഷം പരിശുദ്ധ അമ്മ മെച്ചുകരയിൽ നൽകിയ സന്ദേശം ഇപ്രകാരമാണല്ലോ, ഉപവാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം, പരിത്യാഗം ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഓരോ പ്രത്യക്ഷപ്പെടലിലും ലഭിക്കുന്ന സന്ദേശമാ ഉപവാസവും പ്രാർത്ഥനയും പരിത്യാഗം കൊണ്ട് മാത്രമേ ഈ ലോകത്ത് ഇനി നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ഒരു പരിത്യാഗത്തിൻ്റെയും ഈ ഒരു പരിഹാരത്തിൻ്റെയും യാത്ര നമ്മൾ ആരംഭിക്കുമ്പോൾ വിശുദ്ധ ലിഖിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു സത്യം കൂടിയുണ്ട്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 23-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുലിഖിതം. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 23-ാം അധ്യായത്തിൻ്റെ 14. എല്ലാവരും ഒന്ന് വായിക്കുക, സ്ക്രീനിൽ തിരഞ്ഞിരിക്കുന്ന വായിച്ചേ. നിന്നെ സംരക്ഷിക്കുവാനും നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനുമായി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. നിന്നെ സംരക്ഷിക്കുവാനും നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനുമായി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ശുചിത്വമില്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടുന്ന് നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിനായി പാളയം
പരിശുദ്ധമായി സൂക്ഷിക്കണം. ഈ വചനമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ രാത്രിയിൽ നമ്മൾ ഏറ്റെടുക്കുക. ദൈവമായ കർത്താവ് നമ്മെ സംരക്ഷിക്കുന്നതിനും നമ്മുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിനു വേണ്ടി നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ശത്രുവാരാണ്? പിശാച്. ഈ പിശാചിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയും അവൻ്റെ സകല കുടില തന്ത്രങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ദൈവമായ കർത്താവ് നമ്മോട് കൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ലിഖിതം നമ്മെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ പലപ്പോഴും പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് സംഭവിക്കുന്ന ഇപ്രകാരമാണ്. ദൈവം സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടെ നടക്കുമ്പോൾ, ദൈവം ശത്രുക്കളിൽ നിന്ന് നമ്മളെ കാത്തുപരിപാലിക്കുന്നതിന് വേണ്ടി നമ്മുടെ പാളയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന് അനുഗ്രഹിച്ച് കൂടെ നിൽക്കുവാൻ സാധിക്കാത്ത വിധം നമ്മുടെ ചില പാപങ്ങൾ അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് നിയമാവർത്തനം 23:14 നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം നമ്മുടെ ആലയത്തിലൂടെ കടന്നു വരുമ്പോൾ ശുചിത്വമില്ലാത്ത എന്തെങ്കിലും കണ്ട് അവിടുന്ന് അകന്നു പോകാതിരിക്കേണ്ടതിന് നിന്റെ ആലയം പരിശുദ്ധമായി സൂക്ഷിക്കണമെന്ന്. നമ്മുടെ ആലയം പരിശുദ്ധമായി സൂക്ഷിക്കണം. എന്താണ് ഈ ആലയം എന്ന് പറയുക? നമ്മുടെ കുടുംബമാകാം, നമ്മുടെ മുറികളാകാം, നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളാകാം, നമ്മുടെ മൊബൈൽ ഫോണാകാം, നമ്മൾ ഉപയോഗിക്കുന്ന ചില വസ്തുക്കളാകാം, എന്തൊക്കെയായിക്കോട്ടെ നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സകലതും ഈ ഒരു ആലയമാണ്. ആയതിനാൽ തിരുലിഖിതം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവം നമ്മളെ ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി കൂടെ നിൽക്കുമ്പോൾ, നമ്മളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി കടന്നു വരുമ്പോൾ ശുചിത്വമില്ലാത്ത ഒന്നും നമ്മളിൽ കണ്ട് പിന്തിരിഞ്ഞു പോകാതിരിക്കേണ്ടതിന് നമ്മുടെ ആലയം പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കണമെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഒരു പരിശുദ്ധമായ ഒരു സംരക്ഷണത്തിലേക്ക് നമ്മളെയും നമ്മുടെ ആലയങ്ങളെയും ഈ രാത്രിയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയാ നമ്മൾ ഇന്ന് ഒന്നിച്ചു ചേർന്നിരിക്കുക. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്ന സകലതും എന്നും സുരക്ഷിതമായിരിക്കുമെന്ന് വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. നമുക്ക് ഈ ലോക ജീവിതത്തിൽ തനിയെ മുന്നോട്ട് പോകാൻ സാധിക്കാതിരിക്കുമ്പോൾ ലൂയിസ് ദി മോൺഫോർട്ട് നമ്മെ പഠിപ്പിക്കുകയാ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുക. അവിടെ നമുക്ക് സംരക്ഷണമുണ്ട്, അവൾ സഹായിയായി എന്നും കൂടെ നിൽക്കുമെന്ന്. പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുകയാണ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കപ്പൂച്ചൻ സഭയിൽപ്പെട്ട ജെയിംസ് എന്ന് പറയുന്ന ഒരു വല്യച്ഛനുണ്ട്. കോട്ടയത്തിനടുത്ത് ചങ്ങനാശ്ശേരിക്കടുത്തൊരു ആശ്രമത്തിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. അച്ഛൻ സാധാരണമായി കൊച്ചച്ഛന്മാരോടും യുവജനങ്ങളോടുമൊക്കെ കുമ്പസാരിക്കാനൊക്കെ ചെല്ലുമ്പം പറയുന്ന ഒരു കാര്യമുണ്ട്, മക്കളെ, നിങ്ങൾക്ക് വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെങ്കിൽ, ജഡിക പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ ലഭിക്കണമെങ്കിൽ അച്ഛൻ ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കും, മോൻ്റെ വയസ്സ് എത്രയാ? ഇല്ല, അച്ഛന്മാരാണെങ്കിൽ അച്ഛൻ എത്ര വയസ്സായി? അപ്പോൾ ഞാൻ പറയും എനിക്ക് 45 വയസ്സായി. അപ്പോൾ അച്ഛൻ പറയും, അച്ഛാ, വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ അച്ഛൻ 45 ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുക. അത് വലിയൊരു ജ്ഞാനമാണ് ജെയിംസ് അച്ഛൻ പറഞ്ഞു കൊടുക്കുക. കാരണം ഈ ലോകത്ത് ജഡിക പാപം ഇന്ന് നമ്മളെയൊക്കെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ, സാത്താൻ നമ്മളെ വീഴിക്കുവാനായി ഓടി നടക്കുമ്പോൾ, ഇന്ന് ഈ വന്യ വൈദികൻ പറഞ്ഞു തരികയാ, നമുക്ക് തന്നെ യുദ്ധം ചെയ്ത് ഇതിനെ അതിജീവിക്കുവാൻ പ്രയാസമാകുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ സഹായം തേടുക. വെറുതെ ഒരു ഒഴുക്കൻ സഹായമല്ല, മറിച്ച് നിനക്ക് എത്ര നാള് ഈ ലോകത്ത് ജീവിക്കുവാൻ ദൈവം അവസരം നൽകിയോ, എത്ര വർഷത്തെ ആയുസ് നിനക്ക് ലഭിച്ചുവോ, അത്രയും ജപമാല ചൊല്ലി ഭക്തിയോടുകൂടി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുക. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സംരക്ഷണത്തിൽ നീ എന്നും ആയിരിക്കുമെന്ന് ഈ ആത്മീയ ഗുരു നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കും നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കാം.
ജഡിക പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ കഴിയുന്ന എല്ലാ സഹോദരങ്ങളെയും നമുക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഒരു നിമിഷം സമർപ്പിക്കാം. ഇപ്രകാരം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയ്ക്ക് ഈ ആത്മാക്കളെ മുഴുവൻ സമർപ്പിക്കുമ്പോൾ പരിത്യാഗത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ഒരു ജീവിതത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ട് ആത്മാക്കളെ നേടുവാനുള്ള ഈ ഓട്ടത്തിൽ, ഈ യുദ്ധത്തിൽ നമുക്കും പങ്കുചേരാം. പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 24-ാം തിരുലിഖിതം നമുക്കൊന്ന് ശ്രവിക്കാം. ഗലാത്തി 5:24. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു ക്രൂശിൽ നമ്മളെ തന്നെ ചേർത്ത് വെച്ച് തറയ്ക്കുന്ന നിമിഷമാണ് ഓരോ പരിഹാരത്തിൻ്റെ നിമിഷങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രായശ്ചിത്തം നമ്മൾ ചെയ്യുമ്പോൾ, ഓരോ പരിഹാരം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജഡത്തെ യേശുക്രിസ്തുവിൻ്റെ കുരിശോട് ചേർത്ത് വെച്ച് ബന്ധിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. അതല്ലേ വിശുദ്ധരുടെ ജീവിതത്തിൽ നമ്മൾ കാണുക. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഭവമുണ്ടല്ലോ. നമ്മളൊക്കെ പലപ്പോഴും ഒരുപക്ഷെ കേട്ടിട്ടുള്ള കാര്യമാകാം, എന്നാൽ അതിൽ വലിയൊരു അർത്ഥം നമ്മൾ കാണുന്നുണ്ട്. ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ വിശുദ്ധനായിരുന്നു, പരിത്യാഗം ചെയ്ത് ജീവിച്ച വ്യക്തിയായിരുന്നു, രണ്ടാം ക്രിസ്തു എന്നറിയപ്പെട്ടിരുന്ന അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അത്രമാത്രം എളിമയിലും ദൈവസ്നേഹത്തിലും ആഴപ്പെട്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നല്ലോ വിശുദ്ധ ഫ്രാൻസിസ് അസീസി. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇപ്രകാരം പരിത്യാഗത്തിലൂടെയും പ്രായശ്ചിത്തത്തിലൂടെയും ഉപവാസത്തിലൂടെയും കടന്നുപോയ നിമിഷത്തിൽ പോലും സാത്താൻ പ്രലോഭനവുമായി കടന്നു വരുന്നു. സാത്താൻ ജഡിക പാപത്തിൻ്റെ പ്രലോഭനവുമായി ഈ വിശുദ്ധ ജീവിതം നയിച്ച ഈ വ്യക്തിയുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ ആ ജഡിക പാപത്തിന് തന്നെ കീഴ്പ്പെടുത്തുവാൻ വിട്ടുകൊടുക്കാതെ ഫ്രാൻസിസ് ചെയ്തത് നമുക്കറിയാമല്ലോ. അടുത്തുണ്ടായിരുന്ന മുള്ളുകൾ നിറഞ്ഞു നിന്ന റോസാ ചെടികൾക്കുള്ളിലേക്ക് തങ്ങളുടെ വസ്ത്രം ഊരിമാറ്റി അദ്ദേഹം എടുത്തു ചാടി ശരീരത്തെ മുറിവേൽപ്പിച്ച് ഈ ജഡത്തിൻ്റെ ആസക്തിയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി പരിശ്രമിച്ചത് വിശുദ്ധൻ്റെ ജീവിതത്തിലെ ഒരു മാതൃകയായി ഇന്നും നിലകൊള്ളുകയല്ലേ. ഇന്ന് നമ്മൾ അസീസിയിൽ ചെല്ലുമ്പോൾ വിശുദ്ധൻ ചാടിയ ആ മുൾച്ചെടികളുടെ, ആ റോസാ ചെടികളുടെ മുള്ളുകൾ ഇല്ലാതായിരിക്കുന്നതും ഇത് വിശുദ്ധന്റെ ആ പരിത്യാഗ പ്രവൃത്തിയെ സ്വർഗം മാനിച്ചതിൻ്റെ ഒരു അടയാളമായി ഈ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നും ആ ചെടികളിൽ മുള്ളില്ലാതെ നിലനിൽക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടല്ലോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ പരിത്യാഗവും സ്വർഗം മാനിക്കുന്നുണ്ട്. ഓരോ സഹനവും സ്വർഗത്തിനൊരു വിലയുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഏറ്റെടുക്കുന്ന ഓരോ നൊമ്പരങ്ങൾക്കും സ്വർഗത്തിൽ നിന്ന് ഒരു പ്രതിഫലമുണ്ട്. അതാണ് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു നൽകുക. ഇത് വെറുതെയല്ല, ഇത് സ്വർഗത്തിന്റെ ആഗ്രഹമാ, ഇത് ആത്മാക്കളെ നേടുവാനുള്ള ഒരു യുദ്ധമാ, ഇത് ദൈവത്തോട് ചേർന്നുള്ള ഒരു ഓട്ടമാ. കാരണം ഓരോ പരിത്യാഗവും ഇതൊരു ഔട്ട്ഡേറ്റഡ് സ്പിരിച്വാലിറ്റി അല്ല. പ്രിയമുള്ളവരെ, പലപ്പോഴും ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാ, പല തലങ്ങളിൽ നിന്ന്, ചില ആത്മീയ വൃത്തങ്ങളിൽ നിന്ന് പോലും ലഭിക്കുന്ന ഒരു കാര്യം ഇപ്രകാരമാ, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, എന്തിന് പരിഹാരം ചെയ്യണം, എന്തിന് ഇപ്രകാരമൊക്കെ ചെയ്യണം, ഇതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നൊക്കെയുള്ള തെറ്റായ ചില സിദ്ധാന്തങ്ങൾ ചില ആത്മീയ വൃത്തങ്ങളിൽ നിന്ന് പോലും ലഭിക്കുമ്പോൾ തിരിച്ചറിയുകയാണ് അത് സ്വർഗത്തിൻ്റെ ദൂതല്ല എന്ന്. പരിശുദ്ധ അമ്മ ആവർത്തിച്ച് പരിത്യാഗം ചെയ്യണം മക്കളെ, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പരിഹാരം ചെയ്യണമെന്ന് നമ്മോട് ആവശ്യപ്പെടുമ്പോൾ, പ്രിയമുള്ളവരെ, നിത്യരക്ഷയിലേക്കുള്ള വഴി ഇനി പ്രായശ്ചിത്തത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും വഴിയാണ്. വിശുദ്ധരുടെ ജീവിതത്തിലും നമ്മൾ കാണുന്നത് ഇതുതന്നെയാണ്. പ്രായശ്ചിത്തവും പരിഹാരവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി ആത്മാക്കളെ നേടുവാനുള്ള ഒരു ഓട്ടം
ഇന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. തനിച്ചല്ല, പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട്, സ്വർഗത്തിൻ്റെ ദൂത് ഏറ്റെടുത്തുകൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ പരിഹാരം ചെയ്തുകൊണ്ട്, സ്വർഗത്തെ മഹത്വപ്പെടുത്തുന്ന, ആത്മാക്കളെ നേടുന്ന ജീവിതത്തിലേക്ക്, ഒരു ജീവിത അനുഭവത്തിലേക്ക് എൻ്റെയും നിങ്ങളെയും ഇന്ന് സ്വർഗം ക്ഷണിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് അമ്മയുടെ ഈ സന്ദേശങ്ങൾ ജീവിതത്തിൽ അതിൻ്റെ ഗൗരവത്തോടു കൂടി ഏറ്റെടുത്തുകൊണ്ട് നമുക്കും ഈ യാത്രയിൽ പങ്കുചേരാം. പരിശുദ്ധ അമ്മ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശങ്ങൾ നമുക്കൊരു പ്രചോദനമായി, ഉത്തേജനമായി, ശക്തിയായി കൂടെ നിൽക്കുമ്പോൾ, നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ സഹോദരി റാണി ജോണിന് പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങൾ ഈ കാലഘട്ടത്തിൽ എത്രമാത്രം പ്രസക്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഇന്ന് പരിശുദ്ധ കന്യകാമറിയം അകലെ നിൽക്കുന്ന ഒരു അമ്മയല്ല എന്നും, നമ്മോട് കൂടെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന ഒരമ്മയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, റാണി ജോണിന് പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശം സഭയെയും സഭാമക്കളെയും തെറ്റിക്കാനായിട്ട് സാത്താൻ പരിശ്രമിക്കുന്നു എന്ന് ഇന്നലത്തെ സന്ദേശത്തിൽ നമ്മൾ കേട്ടു. നമ്മൾ തുടർന്നും അമ്മ സംസാരിച്ചത് കേൾക്കാൻ പോകുകയാണ്. അമ്മ പറഞ്ഞത് മക്കൾക്കറിയണ്ടേ, സമാധാനത്തിൻ്റെ വഴി, ആ വഴി എവിടെയാണെന്ന് ലോകത്തിലായിരിക്കുമ്പോൾ ഓടി നടന്ന് തേടിയിട്ട് കാര്യമില്ലെന്ന് അമ്മ പറയാ. ആ വഴി നമ്മളിൽ തന്നെയുണ്ട്. അത് തുറക്കാനായിട്ടുള്ള വഴിയും കാരണങ്ങളും ഒക്കെ മാതാവ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വഴികളിലേക്ക് നമ്മുടെ മനസ്സിനെ, ശരീരത്തെ ഒക്കെ സമർപ്പിച്ച് നമുക്ക് തുടർന്ന് ഈ സന്ദേശങ്ങൾ ശ്രവിക്കാം. മക്കളെ, ഞാൻ ഇവിടെ നൽകുന്ന സന്ദേശങ്ങളും മനസാന്തര അടയാളങ്ങളും വഴി ലോകം രക്ഷയിലേക്ക് ഉയരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. രക്ഷപ്പെടണം ലോകം, അതാണ് അമ്മയുടെ ആഗ്രഹം. എൻ്റെ തിരുക്കുമാരൻ്റെ സ്നേഹം ഓരോ മക്കളിലും പ്രതിഫലിക്കാനായി ചുരുങ്ങിയ കാലയളവിൽ പ്രവർത്തന നിരതയായിരിക്കുവാൻ പിതാവിനാൽ ഞാൻ നിയോഗിക്കപ്പെട്ടു. ആ നിയോഗാർത്ഥമാണ് അമ്മ ഇവിടെ വന്നതും അമ്മ നമ്മളോട് സംസാരിക്കുന്നതും. എന്നാൽ അപകീർത്തികളും ദുഷ്ചിന്തകളും ദുഷ്പ്രവർത്തനങ്ങളും മാധ്യമങ്ങളും യേശു സ്നേഹത്തിനെതിരായി മനുഷ്യ മക്കളിലൂടെ പ്രവർത്തിക്കുന്നു. ഇന്നും വളരെയേറെ മക്കൾ സുഗന്ധത്തിന് വേണ്ടി മാത്രം വരുന്നു. ഇത് അതിൻ്റെയും അവസാനം സംഭവിക്കാൻ അധികം നാളുകളില്ല. ഈ ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ മാതാവിൻ്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്ന സുഗന്ധം എപ്പോഴും ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് പല നല്ല വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ടായി. ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല. അമ്മ പറയാം, അതിൻ്റെ അവസാനം സംഭവിക്കാൻ അധികം നാളുകളില്ല. സുഗന്ധത്തിന് വേണ്ടി മാത്രം വരുന്നവർക്ക് അത് ലഭിക്കാനുള്ള അവസരങ്ങൾ ഇനി ഉണ്ടാകില്ല എന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. അതിന് മുൻപായി അമ്മ പറഞ്ഞു, മാധ്യമങ്ങൾ, അപകീർത്തികൾ, ദുഷ്ചിന്തകൾ, ദുഷ്പ്രവർത്തനങ്ങൾ, മാധ്യമങ്ങളിലൂടെ ഇതൊക്കെ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. കൂദാശ എന്ത്, സഭ എന്ത്, വിശ്വാസം എന്ത്, പ്രാർത്ഥന എന്ത്, ദിവ്യകാരുണ്യം എന്ത്, സഭയുടെ മൗലികമായിട്ടുള്ള അടിസ്ഥാനം എന്ത്, അത് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയുള്ള രക്തസാക്ഷികളുടെ ചുടുനീണത്താൽ പണിതുയർത്തപ്പെട്ടതാണെന്നും വിശ്വാസത്തിലാണ് അത് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്നും സഭയുടെ അധിപൻ യേശു ക്രിസ്തുവാണെന്നും ഒന്നും മനസ്സിലാക്കാതെ അന്തിച്ചർച്ചകൾക്കും മഞ്ഞ പത്രങ്ങൾക്കും ഒക്കെ കൂദാശകൾ ഇട്ടുകൊടുത്ത കുറേ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോന്നു. എന്തൊക്കെ മാധ്യമ പ്രചാരണങ്ങളാണ് നടന്നത്, മാധ്യമ വിധികളാണ് നടന്നത്. നാണം തോന്നുന്ന, മനഃശാഞ്ചല്യമില്ലാതെ മറ്റുള്ളവരെ അവഹേളിക്കുന്നു എന്ന് ഏതൊരു കൊച്ചു കുഞ്ഞിനും തോന്നുന്ന രീതിയിലല്ലേ കൂദാശകൾ എറിയപ്പെട്ടു കൊടുത്തത്, അത് ചർച്ച ചെയ്തതോ? ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ കാരണങ്ങളും വ്യക്തികളെയും ഒക്കെ അന്വേഷിച്ച ചെന്നെത്തുന്നത് ഒരു ക്രിസ്ത്യാനിയിലേക്കായിരിക്കും. അതുകൊണ്ട് അമ്മ ഇത്രയും സങ്കടത്തോടെ ഇവിടെ സംസാരിച്ചത് നമ്മളത് മനസ്സിലാക്കണം. പവിത്രമായതിനെ പവിത്രമല്ലാത്തതിൻ്റെ മുൻപിൽ ഇട്ടുകൊടുക്കരുത് കേട്ടോ. ഈശോയുടെ സ്നേഹം എന്തെന്നറിയാത്തവരുടെ മുൻപിൽ ഇട്ടുകൊടുത്താൽ അത് ചർച്ചയിൽ അവസാനിക്കും.
അത് ജീവൻ പകരുന്നതാകില്ല. ഞാൻ ഒരു മാധ്യമങ്ങളെയും കുറ്റപ്പെടുത്തുകയില്ല. ഷെക്കേന, ശാലോം, ഗുഡ്നസ് എന്ന പോലെയുള്ള ഒത്തിരി നല്ല മാധ്യമങ്ങളും നമ്മുടെ സ്വദേശത്തും വിദേശത്തുമായി ഒത്തിരി ഉണ്ട്, ഈശോയുടെ സ്നേഹത്തെ കൊടുക്കുന്നവർ. എന്നാൽ നമ്മുടെ കേരള സഭയ്ക്ക് സംഭവിച്ചതും സംഭവിക്കാത്തതും ഊഹാപോഹങ്ങളൊക്കെ ചർച്ചകളായൊരു കാലഘട്ടം. അതിനൊക്കെ ഇരുന്ന് കൊടുക്കുന്ന നമ്മളെ പിടിച്ചു വേണം തല്ലാൻ, അല്ലേ? നമ്മളാണ് അവർക്ക് റേറ്റിംഗ് കൊടുത്തുകൊണ്ട് കർത്താവിനെ പറഞ്ഞോ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മളൊക്കെ തന്നെയാണ്. അത് ശ്രദ്ധിക്കണം. നമ്മൾ തിന്മയ്ക്ക് കൂട്ടു നിൽക്കരുത്. നമ്മുടെ ആത്മാവിനാണ് അത് നാശമായിട്ട് പരിണമിക്കുക. മക്കളെ, തിരുവചനത്തിലും ദിവ്യകാരുണ്യത്തിലും ജപമാല ഭക്തിയിലും നന്ദി സ്തുതികളിലും അധിഷ്ഠിതമായ ജീവിതം കർത്താവിന് കാഴ്ചയർപ്പിക്കാൻ, പാപാവസ്ഥയിൽ നിന്ന് മോചിതരാകാൻ അധ്വാനിച്ചു മുന്നേറുക. അധ്വാനിക്കണം. വെറുതെ ഇരുന്നാൽ പോരാ, അധ്വാനിക്കണം. ആത്മാവിൻ്റെ അധ്വാനം ശാരീരിക അധ്വാനത്തേക്കാൾ ശ്രമകരമാണ്. പക്ഷേ ശാരീരിക അധ്വാനത്തേക്കാൾ ആത്മാവിൻ്റെ അധ്വാനം ഫലമുള്ളതാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് അമ്മ പറയാ, തിരുവചനം അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണോ? പലർക്കും എളുപ്പമായിട്ടുണ്ടാകാം, പക്ഷേ മാനുഷിക ചിന്തയിൽ പലർക്കും അത് എളുപ്പമല്ല. അമ്മ പറയാ, തിരുവചനത്തിൽ ജീവിക്കുക, വചനം പറഞ്ഞ പോലെ ജീവിക്കുക. ജീവിക്കാൻ പറ്റും. നമ്മളെ കൊണ്ട് പറ്റാത്തതൊന്നും ഈശോ നമ്മളോട് പറയില്ല, അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കില്ല. ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുക, ദിവ്യകാരുണ്യമായി ജീവിക്കുക. വിശുദ്ധ കുർബാനയോട് ഭക്തിയുള്ള കുഞ്ഞായിട്ട് ജീവിക്കുക, ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുക. ജപമാല ഭക്തി, എല്ലാ കാര്യത്തിലും നന്ദിയും സ്തുതിയും ദൈവത്തിന് അർപ്പിക്കുക. അതിലൊക്കെ അധിഷ്ഠിതമായ ജീവിതം കർത്താവിന് കാഴ്ചയർപ്പിക്കുവിൻ. പാപാവസ്ഥയിൽ നിന്ന് മോചിതരാകാൻ അധ്വാനിച്ചു മുന്നേറുവിൻ. ഈ അമലോത്ഭവയായ അമ്മ എന്നും നിങ്ങളോടൊപ്പം യേശു സ്നേഹം നൽകാനുണ്ടായിരിക്കും. സഭയും സഭാപിതാക്കന്മാരും വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ നമ്മളെ ഇതിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അധ്വാനിച്ചു മുന്നേറാം. നമുക്ക് സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മ 22ാമത്തെ സന്ദേശം അവസാനിപ്പിക്കുന്നത്. തുടർന്ന് അമ്മ 1997 ഡിസംബർ 24-ന് 23ാമത്തെ സന്ദേശം നൽകി. എൻ്റെ വത്സല മക്കളെ, സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും വിശുദ്ധിയുടെയും അനർഘമായ പ്രകാശമേറിയ പ്രസാദവരങ്ങളാൽ നിങ്ങൾ നിറയണമെന്ന പിതാവായ ദൈവത്തിൻ്റെ ഇച്ഛാനുസരണം ഇതാ ഒരു തിരുപ്പിറവിയുടെ ഓർമ്മ ദിനം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. മക്കളെ, ലോകരക്ഷകന് ജന്മമേകുന്നതിനുള്ള എൻ്റെയും തിരുക്കുമാരൻ്റെ വളർത്തുപിതാവിൻ്റെയും സഹനത്തിൻ്റെ നിമിഷങ്ങൾ നിറഞ്ഞ സന്തോഷം. മക്കളെ, ലോകരക്ഷകന് ജന്മമേകുന്നതിന് മുൻപുള്ള എൻ്റെയും തിരുക്കുമാരൻ്റെ വളർത്തുപിതാവിൻ്റെയും സഹനത്തിൻ്റെ നിമിഷങ്ങൾ നിറഞ്ഞ സന്തോഷം ലഭിക്കുന്നതിനായിരുന്നുവെന്നും ആ സന്തോഷം ത്യാഗത്തിലൂടെ വേദനയിലൂടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണം. അമ്മ ഇവിടെ ഉദ്ദേശിച്ചത്, ഈശോയ്ക്ക് ജന്മം നൽകുന്നതിന് മുൻപ് ഔസേപ്പിതാവും മാതാവും എന്തുമാത്രം കഷ്ടതകൾ അനുഭവിച്ച് ജന്മം കൊടുക്കാൻ ഒരു വീട് പോലും ലഭിച്ചില്ലെന്നുള്ളത് നമുക്കറിയാം. വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് മാനസിക വ്യഥ അനുഭവിച്ചു. എന്നാൽ ലോകരക്ഷകൻ എവിടെ പിറക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു. ആ തീരുമാനത്തിലേക്ക് എത്തപ്പെടേണ്ടതിനായിട്ട് മറ്റുള്ളവരുടെ തിരസ്കരണങ്ങളും ഇടം കിട്ടാത്ത അനുഭവങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ് പുൽക്കൂട്, കാലിത്തൊഴുത്ത്. മൃഗങ്ങൾ മേഞ്ഞ് ക്ഷീണം തീർക്കാനായിട്ട് അവരുടെ ഭവനമായിട്ട് മൃഗങ്ങൾ ഉപയോഗിക്കുന്ന ആ ഭവനം, പുൽക്കൂട്, പറുദീസായോളം പ്രകാശപൂരിതമാക്കാനായിട്ട് ഈ മക്കളുടെ, അതായത് പരിശുദ്ധ അമ്മയുടെയും വളർത്തുപിതാവായ യൗസേപ്പിതാവിൻ്റെയും സഹനങ്ങൾ കാരണമായെന്നാണ് പറയുന്നേ. അതെന്താ? നമ്മൾ സഹനങ്ങൾ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള കഷ്ടതകൾ നാം ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള നന്മയായിട്ട് മാറുമെന്ന് പരിശുദ്ധ അമ്മ ഉറപ്പ് നൽകുക. കാലിത്തൊഴുത്തിനെ പറുദീസയാക്കാൻ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെയും സഹനങ്ങൾ കാരണമായെങ്കിൽ ആ സന്തോഷം നമുക്ക് ലഭിക്കാൻ നമ്മുടെ സഹനങ്ങളും കാരണമാകും.
ഒരു കഴുതയും കാളയും ഉച്ഛ്വസിക്കുന്ന ശ്വാസത്തിൻ്റെ ചൂടേറ്റ് ബെത്ലഹേമിലെ ഗുഹ രാജാതിരാജൻ്റെ രാജകൊട്ടാരമാകാനും വൈക്കോൽ മെത്ത രാജകീയ തൊട്ടിലാകാനും കാരണം ലോകം എൻ്റെ കുഞ്ഞിന് നൽകിയ തിരസ്കരണം മാത്രമല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കണം. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കഴുതയുടെയും കാളയുടെയും ഉച്ഛ്വസിക്കുന്ന ചൂടായിരുന്നു ഉണ്ണീശോയ്ക്ക് കിട്ടിയത്. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേ പിതാവിൻ്റെയും നിർമ്മലമായ സാന്നിധ്യത്തിൽ ഒരു കഴുതയും കാളയും ശ്വാസോച്ഛ്വാസം നടത്തി ഈശോയ്ക്ക് ചൂട് കൊടുത്തു. ബെത്ലഹേമിലെ കാലികളുടെ ഗുഹ രാജാതിരാജൻ്റെ രാജകൊട്ടാരമായി, വൈക്കോൽ മെത്ത രാജകീയ തൊട്ടിലായി. അതിൻ്റെയൊക്കെ കാരണം എൻ്റെ കുഞ്ഞ്, എൻ്റെ മകൻ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ലോകത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയ തിരസ്കരണമല്ലേ. നമ്മുടെ രാജാതിരാജന് ഇതാണ് കിട്ടിയതെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കാം ഈ ലോകത്ത് നിന്ന്? അഹങ്കാരം, അത്യാഗ്രഹം, ദ്രവ്യാസക്തി, ലോകത്തിന് പുറകെയുള്ള പരക്കം പാച്ചിൽ, ഇവ കാരണം ഇന്ന് യേശുവിൻ്റെ ദയനീയമായ വിളി കേൾക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. യേശു വിളിക്കുന്നുണ്ട് നമ്മളെ. നമ്മൾക്ക് കേൾക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? അഹങ്കാരം കാരണം, അത്യാഗ്രഹം കാരണം, ദ്രവ്യാസക്തി, പണത്തോടുള്ള ആസക്തി, ലോകത്തിന് പുറകെയുള്ള പരക്കം പാച്ചിൽ, ഇവ കാരണം യേശുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകാൻ, അത് കേൾക്കാനും ഒന്നും നമുക്ക് സമയം കിട്ടുന്നില്ല. എൻ്റെ ഉണ്ണിയും ഞാനും ഇന്ന് നിങ്ങളുടെ അരികിലേക്ക്, നിങ്ങളുടെ മനുഷ്യഹൃദയത്തിലേക്ക് ഒരു ഇടത്തിനായിട്ട് കെഞ്ചി വരുമ്പോൾ നിങ്ങൾ നിർദ്ദയമായി ഞങ്ങളെ ആട്ടിപ്പായിക്കുന്നു എന്ന് അമ്മ പറയുന്നേ. ഒരിടത്തിന് വേണ്ടി കുഞ്ഞെ, നിന്റെ ഹൃദയത്തിൽ എനിക്കൊരിടം തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിലൂടെ ഈശോ വരുന്നുണ്ട്, അനുദിന ജീവിതത്തിലൂടെ ഈശോ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗവനിക്കാറില്ല. പലപ്പോഴും അനുഷ്ഠാനങ്ങൾ ആവർത്തിച്ചുകൊണ്ട് സംതൃപ്തരായി, അതിൽ സംതൃപ്തരായി മന്ദോഷ്ണരായിട്ട് നമ്മൾ കഴിയുക. ആ സമയം കുഞ്ഞെ, നിന്റെ ഭവനത്തിൽ നിന്ന് നീ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ, കുടുംബ പ്രാർത്ഥനയില്ലാതിരിക്കുമ്പോൾ നിന്റെ ഭവനത്തിൽ നിന്ന് കർത്താവിനെ നീ ആട്ടിപ്പായിക്കുകയാണ് ചെയ്യുന്നത്. നിന്റെ ഭവനത്തിലേക്ക് ഈശോ വരുന്നുണ്ട് ഒരിടത്തിനായിട്ട്, ഒരാശ്വാസത്തിനായിട്ട്. കർത്താവിനെ സ്നേഹിക്കുന്നവരുണ്ടോ, കർത്താവിനെ വിളിക്കുന്നവരുണ്ടോ എന്ന് നോക്കിയിട്ട് കാണാതെ വരുമ്പോൾ നീ ആട്ടിപ്പായിക്കുന്ന കർത്താവ് നിന്നെ വിട്ടു പോകില്ല കുഞ്ഞെ. കാത്തിരിപ്പുണ്ട്, ഇനിയും നിനക്ക് സമയമുണ്ട്. അതിനുള്ളൊരു സമയമാണിതാ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. നിങ്ങളുടെ സഹോദരങ്ങളെ സന്തോഷത്തോടെ ദൈവികതയിലേക്ക് വളർത്തേണ്ട, സ്വീകരിക്കേണ്ട ചുമതല നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് നിങ്ങൾ മറന്നുപോകുന്നു. മക്കളെ, നിങ്ങളെല്ലാവരും ഈ അമ്മയോടൊപ്പം ആത്മവിശ്വാസത്തോടെ ക്ഷമയോടെ സഹിക്കുക. ദൈവിക പദ്ധതിയുടെ ഭാഗമെന്ന നിലയിൽ സഹനം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഒരു നവജനനം, സഹിക്കുമ്പോൾ നവജനനം, ഒരു പുതിയ സൃഷ്ടി, ഒരു പുതിയ സംഭവം അവിടെ സംഭവിക്കുന്നു. പ്രതീക്ഷയുടെ പൊൻപ്രഭ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. എന്നെ ശ്രവിക്കുന്ന ഈശോ സ്നേഹിക്കുന്ന മക്കളെ, ഈശോയെ സ്നേഹിക്കുന്ന മക്കളെ, ഏത് സഹനത്തിലൂടെയാണോ നീ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. അമ്മ പറയാ, ഒരു നവജനനം, ഒരു പ്രതീക്ഷയുടെ പ്രഭ നിനക്ക് ലഭിക്കും. ആ സഹനത്തെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. മഹത്വത്തിലേക്കുള്ള അവിടുത്തെ രണ്ടാം ആഗമനത്തിനായി നിങ്ങളെ തന്നെ ഒരുക്കുക, ഈ സഹനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട്. മക്കളെ, ഉണ്ണിക്ക് ജന്മമേകാനായി ഞാൻ എൻ്റെ ഭർത്താവായ ജോസഫിനോടൊപ്പം അനുഭവിച്ച ത്യാഗങ്ങൾ, യാത്രാക്ഷീണം, ശൈത്യത്തിൻ്റെ ഉഗ്രത, തിരസ്കരണത്തിൻ്റെയും അവഹേളനത്തിൻ്റെയും നിമിഷങ്ങൾ, ഇതെല്ലാം നിങ്ങളിലും പല വിധത്തിലും സംഭവിക്കാൻ ഇടയുണ്ട്. നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലേ? നമ്മുടെ ജീവിതത്തിൽ പല ത്യാഗങ്ങളുണ്ട്. എന്നാൽ ലോകം നിങ്ങളെ വെറുത്താലും ലോകരാജാവിന് വേണ്ടി, ദിവ്യപ്രകാശത്തിന് വേണ്ടി ഒരുങ്ങി നിന്ന ഒരു ഗുഹ അന്ന് ഞങ്ങൾക്ക് ലഭിച്ചുവെങ്കിൽ, അമ്മയ്ക്കും വിശുദ്ധ യൗസേ പിതാവിനും ലഭിച്ചുവെങ്കിൽ, ഉണ്ണി മിശിഹായ്ക്ക് ലഭിച്ചുവെങ്കിൽ, പറുദീസായിലെ സന്തോഷം ആ കാലിത്തൊഴുത്തിൽ ലഭിച്ചുവെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ജീവിതം കൊണ്ട് വിഷമിക്കേണ്ട,
ഇന്നത്തെ ജീവിതത്തിൽ ഇല്ലായ്മയും വല്ലായ്മയും രോഗപീഠകളും കണ്ട് വിഷമിക്കേണ്ട. ഇതൊക്കെ ദൈവം തരുന്നത് കാലിത്തൊഴുത്ത് പറുദീസയാക്കി മാറ്റാൻ കഴിവുള്ള ദൈവത്തിൻ്റെ സന്തോഷം നമ്മിൽ നിറയ്ക്കാനായിട്ടാണ്. സന്തോഷത്തോടെ സഹനം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, ഒരിക്കൽ പോലും ലോകത്തിന് നിങ്ങളെ കൊടുക്കരുത്. ഇതൊക്കെ സംഭവിച്ചാലും മക്കളെ, നിങ്ങളെ തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ വിറ്റുകൊടുക്കരുത് കേട്ടോ. പരിശുദ്ധ അമ്മ പറയാ, ഈ അമ്മയോടൊപ്പം ഉത്കടമായ പ്രാർത്ഥനയിൽ ത്യാഗ മനസ്ഥിതിയോടെ ജീവിക്കുവിൻ. എൻ്റെ ഉണ്ണിക്ക് പിറക്കുവാനൊരിടം നിങ്ങളുടെ ഹൃദയത്തിൽ നൽകുവിൻ. അവൻ്റെ ആദ്യത്തെ കരച്ചിൽ നിങ്ങൾ കേൾക്കുവിൻ. അവൻ്റെ ആദ്യത്തെ വിലാപത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ശബ്ദം, ത്യാഗത്തിൻ്റെ ശബ്ദം നിങ്ങൾ ശ്രവിക്കുവിൻ. മനുഷ്യനായി അവതരിച്ച യേശുവിൻ്റെ ആദ്യത്തെ സ്വരം ഭൂമിയിൽ പരിശുദ്ധ അമ്മയിൽ നിന്ന് ജന്മമെടുത്തപ്പോൾ ഒരു കൊച്ചുകുഞ്ഞ് ലോകത്ത് ജനിക്കുമ്പോൾ കരയില്ലേ? ആ കരയുന്നതാണ് നമുക്ക് മെഡിക്കൽ സയൻസൊക്കെ ഒരു പോസിറ്റീവ് സൈനായിട്ട് പറയുക. അതുപോലെ തന്നെ ഈശോയും കരഞ്ഞു, ഉണ്ണീശോയും കരഞ്ഞു. ആ സ്വരത്തിന് പല അർത്ഥങ്ങളുണ്ടായിരുന്നു എന്നാ അമ്മ പറയുന്നത്. അത് വിലാപത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെയൊക്കെ ശബ്ദമായിരുന്നു. നിങ്ങളെ തന്നെ ഒരുക്കുവിൻ, അവൻ്റെ ഇളം മേനിക്ക് ഈ ലോകത്തിൻ്റെ ചൂട് നൽകാതെ വിശുദ്ധിയുടെ ഊഷ്മളത നൽകുവിനെന്ന് പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയമാകുന്ന താരാട്ട് തൊട്ടിയിൽ അവനെ ഞാനിതാ കിടത്തുന്നു. ഈശോയെ അമ്മ ഇതാ നമുക്ക് തന്നിരിക്കുന്നു. ഈശോയെ ലോകത്തിന് പരിശുദ്ധ അമ്മ സമ്മാനിച്ചതുപോലെ ഇതാ അമ്മ വീണ്ടും പറയാ, അവൻ്റെ ദ്വിതീയ ആഗമനം എത്താറായി. മക്കളെ, നിങ്ങളുടെ താരാട്ട് തൊട്ടിയിലേക്ക്, ഹൃദയമാകുന്ന താരാട്ട് തൊട്ടിയിലേക്ക് ഞാൻ അവനെ ഇതാ കിടത്തുന്നു. വിശുദ്ധിയുടെ ഊഷ്മളത, വിശുദ്ധിയുടെ ചൂട്, വിശുദ്ധിയുടെ പൂർണ്ണതയുള്ള സ്നേഹം അവന് കൊടുക്കുവിനെന്ന അമ്മ നമ്മളോട് പറയുന്നത്. ഈ ഉണ്ണിയെ നിങ്ങൾ തള്ളിക്കളയരുത്. ലോകസുഖം വെറുത്താലേ ഈ സ്വീകരണം സാധ്യമാകൂ. ഇത് പറയുമ്പോൾ തന്നെ അനേക ഹൃദയങ്ങളിലേക്ക് കർത്താവിൻ്റെ ചൈതന്യം പൊൻപ്രഭയായിട്ട്, പുതു ചൈതന്യമായിട്ട് കടന്നു വരുന്നുണ്ട് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ലോകസുഖം വെറുത്താലേ അത് സ്വീകരിക്കാൻ, അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. കർത്താവിൻ്റെ പ്രത്യാഗമനം അങ്ങ് അകലെയല്ല, അടുത്തു കഴിഞ്ഞു. ഈശോയെ ഇതാ പരിശുദ്ധ അമ്മ നമ്മിലേക്ക്, നമ്മുടെ അരികിലേക്ക് പരിചയപ്പെടുത്തി കൊണ്ടുവരികയാണ്. പ്രത്യാഗമനത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് ഇതാ നിങ്ങളുടെ ഹൃദയമാകുന്ന താരാട്ട് തൊട്ടിയിൽ ഞാൻ അവനെ കിടത്തുന്നു. മക്കളെ, അനുദിന ജീവിതം ഒരുക്കത്തോടെ മാത്രമായിരിക്കുക. പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യത്താൽ കൃപകൾ നിറഞ്ഞ നിങ്ങളുടെ ദിവ്യകാരുണ്യ അമ്മ ഉണ്ണിയോടൊപ്പം നിങ്ങളെ ആശീർവദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. ഈശോയുടെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് നാളത്തെ പ്രാർത്ഥനാ ദിനത്തിനായിട്ട് നമുക്കൊരുങ്ങാം. ഹല്ലേലൂയ, ആമേൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിന്നാമം. 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 അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾ
ഞങ്ങൾക്കേക കർത്താവേ. അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിന്നാമം. 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 അബ്രഹാമിൻ ദൈവമേ, ആരാധിക്കും നിന്നാമം. അബ്രഹാമിൻ ദൈവമേ, ആരാധിക്കും നിന്നാമം. ഇസഹാക്കിൻ ദൈവമേ, ആരാധിക്കും നിന്നാമം. ഇസഹാക്കിൻ ദൈവമേ, ആരാധിക്കും നിന്നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, 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 ആരാധിക്കും നിന്നാമം. അബ്രഹാമിൻ ദൈവമേ, ആരാധിക്കും നിന്നാമം. ഇസഹാക്കിൻ ദൈവമേ, ആരാധിക്കും നിന്നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിന്നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും. ഇരു കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, യേശുവേ, ഹല്ലേലൂയ, യേശുവേ, ആരാധന, 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 പരിശുദ്ധനേ, അമർത്യനേ, ബലവാനേ, ആരാധന, 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 പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ച് കുരിശിൽ മരിച്ച് രക്തം ചിന്തി ഞങ്ങളെ രക്ഷിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എന്തെല്ലാമെന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്. ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മദിരോത്സവം ഇവയും ഇദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങളോട് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ഈ ജഡത്തിൻ്റെ വ്യാപാരങ്ങളിൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽപ്പെട്ട് അസ്വസ്ഥപ്പെടുന്നവരാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ആയതിനാൽ പ്രിയമുള്ളവരെ, ജഡത്തിൻ്റെ വ്യാപാരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് ഇതിൽ നിന്ന് മുക്തരായി സത്യ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുന്നവരായി മാറുവാൻ ഈ രാത്രിയിൽ നമുക്ക് ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരുപക്ഷേ നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഈ നിമിഷങ്ങൾ, ഈ അസ്വസ്ഥതകൾ, ഈ ബലഹീനതകൾ, ഈ ദുശീലങ്ങൾ ഒരുപക്ഷെ വർഷങ്ങൾ പഴക്കമുള്ളതാകാം. എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും
ഇതിനൊക്കെ ഒരു പരിഹാരം നമുക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് രക്തം ചിന്തി നമ്മളെ രക്ഷിച്ച ദിവികാരുണ്യ ഈശോയുടെ മുൻപിലുണ്ട് എന്ന ആ വലിയ ബോധ്യത്തോടു കൂടി ഈ ആരാധനയിൽ നമുക്കായിരിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 53-ാം അധ്യായം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ടല്ലോ, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ മുറിവിനാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ മുറിവിനാൽ നാം സൗഖ്യം പ്രാപിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് രക്ഷ നൽകുന്നതിന് വേണ്ടി ഇതാ ഈ കർത്താവ് ശിക്ഷ അനുഭവിച്ചു. നമ്മൾ സുഖപ്പെടുന്നതിന് വേണ്ടി അവൻ മുറിവേറ്റു. ആ തിരുമുറിവിലേക്ക് നമ്മളെ ഒരു നിമിഷം ചേർത്ത് വയ്ക്കാം. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആ തിരുമുറിവിൽ എനിക്കും നിനക്കും ഒരു സ്ഥലമുണ്ട് സഹോദരങ്ങളെ. ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആസക്തിയാകാം, ഈ ദുശീലമാകാം, ഈ ദുരാസക്തിയാകാം, എന്താണെങ്കിലും അവൻ്റെ തിരുമുറിവിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം ഇപ്രകാരം 15-ാം തിരുലിഖിതം 13 നമ്മൾ ഇപ്രകാരം ഓർപ്പിക്കുന്നുണ്ട്. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 13-ാം തിരുലിഖിതം, നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് മടങ്ങുവിൻ, എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്, ശിക്ഷ പിൻവലിക്കുവാൻ സദാ സന്നദ്ധനുമാണ് അവിടുന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മുറിവേറ്റ നമ്മുടെ ഹൃദയം, മുറിവേറ്റ നമ്മുടെ ശരീരം, മുറിവേറ്റ നമ്മുടെ മനസ്സ്, മുറിപ്പെട്ട് സുഖപ്പെടുത്തുന്ന കർത്താവിൻ്റെ തിരുശരീരത്തിലേക്ക് നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം. നമുക്ക് വേണ്ടി മുറിവേറ്റവൻ, നമുക്ക് സൗഖ്യം നൽകുവൻ, അവൻ്റെ സൗഖ്യദായകമായ സ്പർശനത്താൽ ഈ നിമിഷം നമുക്ക് വിടുതൽ നൽകാൻ പോവുകയാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ സാധിക്കുമെങ്കിൽ മുട്ടുമേൽ നിൽക്കാൻ സാധിക്കുന്നതിന് മുട്ടുമേൽ നിൽക്കാവോ? മുട്ടുമേൽ നിന്ന് അല്പം ത്യാഗം ചെയ്തുകൊണ്ട് ഇരുകരങ്ങൾ യാചനാരൂപത്തിൽ തുറന്നു പിടിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ ദൈവകരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് എത്ര വർഷം ഒരുപക്ഷെ നമ്മൾ ഈ അവസ്ഥയുമായി ഓടുന്നുണ്ട്, എത്ര കാലം പഴക്കമുള്ള അവസ്ഥയാണെങ്കിലും കർത്താവ് അന്നും ഇന്നും നാളെയും ഒരുവനായതിനാൽ അവൻ ആ പഴയ കാലഘട്ടത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് സൗഖ്യം നൽകുവാൻ സാധിക്കും. നമ്മുടെ ആത്മാവിൻ്റെ മുറിവുകൾ, നമ്മുടെ ജഡത്തിൻ്റെ ആസക്തികൾക്ക് നമ്മൾ വിട്ടുകൊടുത്ത നിമിഷം എല്ലാം ഈശോയുടെ കുരിശോടൊന്ന് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്തുതിയുടെ സിംഹാസനത്തിൽ എഴുന്നള്ളി വരുന്നവനാണ് ഇസ്രായേലിൻ്റെ ദൈവമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇന്ന് ഈ രാത്രിയിൽ സൗഖ്യദായകനായ കർത്താവ് നിങ്ങൾ എവിടെയാണോ, ഏത് രാജ്യത്താണോ, ഏത് സ്ഥലത്താണോ, ഏത് മുറിയിലാണോ അവിടേക്ക് കടന്നു വന്ന് ഒരു വിടുതലിന്റെ അഭിഷേകത്തിലേക്ക്, സൗഖ്യത്തിന്റെ അഭിഷേകത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഈ കരങ്ങൾ യാചനാരൂപത്തെ തുറന്നു പിടിച്ച് നമ്മുടെ അവസ്ഥയെല്ലാം, നമ്മുടെ ശരീരത്തിന്റെ, മനസ്സിന്റെ, ആത്മാവിന്റെ സർവ്വ തലങ്ങളും മുറിവേറ്റ കർത്താവിന്റെ തിരുമുറിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും ശ്രദ്ധിക്കട്ടെ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കുന്നില്ല, നമ്മൾക്ക് നാണമില്ല, മടിയില്ല. കാരണം എന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി മുറിവേറ്റ കർത്താവിന്റെ മുൻപിലാണ്
ഞാനിപ്പോൾ ഉള്ളത് എന്ന ബോധ്യത്തോടു കൂടി ഇരുകരങ്ങൾ തുറന്നു പിടിച്ചുകൊണ്ട് ഒരു പൂർണ്ണ സമർപ്പണം നടത്തിക്കൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഭാഷാപരമുള്ളവർ ഭാഷാപരത്തിൽ സ്തുതിക്കട്ടെ. ആത്മാവിനോട് ചേർന്ന് ഫലദാനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. പിതാവായ ദൈവത്തിന് ആരാധന, പുത്രനായ ദൈവത്തിന് ആരാധന, പരിശുദ്ധാത്മാവായ ദൈവത്തിന് ആരാധന. രോഗത്തിന്റെ ജഡത്തിന്റെ ശക്തികളെ ആഗ്രഹത്തോടെ പാപത്തിന്റെ രോഗത്തിന്റെ ജഡത്തിന്റെ ശക്തികളെ സർവ്വതലങ്ങളും സമർപ്പിച്ച് യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോകാൻ. യേശുനാമത്തിൽ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോകാൻ. പാപത്തിന്റെ രോഗത്തിന്റെ ജഡത്തിന്റെ ശക്തികളെ പാപത്തിന്റെ രോഗത്തിന്റെ ജഡത്തിന്റെ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോകാൻ. യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോകാൻ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. ആഗ്രഹത്തോടെ വാളെടുത്ത് എതിർക്കുവിൻ, എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമാളെടുത്ത് എതിർക്കുവിൻ, എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഒറ്റ വിളി യേശുവേ, യേശുവേ. ഹല്ലേലൂയ. വിടുതലിന്റെ നാമം, സൗഖ്യത്തിന്റെ നാമം, അനുഗ്രഹത്തിന്റെ നാമം, യേശു നാമം. എല്ലാവരും വിളിക്കട്ടെ, യേശു നാം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തനങ്ങളിലൂടെ കർത്താവേ യേശു നാമത്തിന്റെ ശക്തി വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. യേശു നാമം എല്ലാ അധരങ്ങളും ഉരുവിട്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ നിന്റെ നാമത്തിന്റെ ശക്തി നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലേക്കും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാട് പുസ്തകത്തിൽ വിശുദ്ധർ എപ്രകാരമാണ് ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ദിവികാരന് ഈശോയ്ക്ക് മുമ്പിൽ ശിരസ്സ് നമിച്ച് വെളിപാട് പുസ്തകത്തിൽ വിശുദ്ധർ ദൈവത്തെ ആരാധിക്കുന്ന അതേ തിരുവചനം ഉച്ചരിച്ചുകൊണ്ട് നമുക്കും അവിടുത്തെ ആരാധിക്കാം. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും നിത്യമായ ദൈവമേ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും നിത്യമായ ദൈവമേ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും നിത്യമായ ദൈവമേ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളിപ്പോൾ മുട്ടുമേലായിരിക്കുന്ന നിങ്ങൾ
ഇരു കരങ്ങളെന്ന് യാചനാധിപതി തുറന്നു പിടിച്ച് നിങ്ങളുടെ ജീവിതങ്ങളിൽ നിങ്ങളെ ഏതെങ്കിലും ജഡിക പാപം അലട്ടുന്നുണ്ടെങ്കിൽ, അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ, ആത്മാവിനെ മലിനപ്പെടുന്നുണ്ടെങ്കിൽ അവധി വികാരണീശോയുടെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. വിശുദ്ധരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ജഡിക പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് നമുക്കൊന്ന് വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി നമ്മളൊന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വിശുദ്ധ പാദ്ര പിയോയോട് ചേർന്ന്, വിശുദ്ധ ബെനഡിക്റ്റിനോട് ചേർന്ന്, വിശുദ്ധ ഗീവർഗീസ് സഹദായോട് ചേർന്ന്, സഭയോട് ചേർന്ന്, വിശുദ്ധ ബെനഡിക്റ്റിനോട് ചേർന്ന്, വിശുദ്ധ മരിയ ഗരോത്തിയോട് ചേർന്ന്, വിശുദ്ധ അന്തോണീസിനോട് ചേർന്ന്, വിശുദ്ധ മരിയ ജോൺ വിയാനി പുന്നാളിനോട് ചേർന്ന്, വിശുദ്ധ വിൻസെന്റ് ഫെററിനോട് ചേർന്ന്, സ്വർഗത്തിലെ സകല വിശുദ്ധരുടെയും കൂട്ടായ്മയിൽ ഈശോയെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മുൻപിൽ നിലവിളിക്കുന്ന ഓരോ മക്കളിലേക്കും കർത്താവേ നിന്റെ കരുണയൊഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ മക്കൾ നിനക്ക് ഏൽപ്പിച്ചു തരുന്ന, ഇപ്പോൾ ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്ന ഈ ജഡത്തിന്റെ ആസക്തിയിൽ നിന്ന് കർത്താവേ ഈ നിമിഷം കരുണയോടെ ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയാൽ, നീ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്ത തിരുമുറിവിന്റെ യോഗ്യതയാൽ ഈശോയെ ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണയൊഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മക്കൾ നിന്റെ മുൻപിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ ബന്ധനത്തിൽ നിന്ന് എന്നേക്കുമായി ഈ മക്കൾക്ക് വിടുതൽ ലഭിക്കണമേ, നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയൊഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, ഈ പാപബന്ധനത്തിൽ നിന്ന് ഈ നിമിഷം വിടുതൽ ലഭിക്കുവാൻ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. ഗായക സംഘത്തോട് ചേർന്ന് കരുണയ്ക്ക് വേണ്ടി നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ പാപ സാഹചര്യങ്ങളും ദൈവ കരുണയ്ക്ക് മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് വിടുതൽ പ്രാപിക്കാം. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെയോ വലിയ ദാഹത്തോടെ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഹൃദയത്തിൽ നിന്ന് വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ ഈശോയെ സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. മുഴുവൻ്റെ ഈശോയെ കരുണയുണ്ടാകേണമേ. ഒറ്റ വിളി യേശുവേ, യേശുവേ രക്ഷകാ, യേശുവേ രക്ഷകാ. യേശുവേ 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 രക്ഷക പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഫാത്തിമയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തൊട്ട് മുൻപ് മാലാഖ പ്രത്യക്ഷപ്പെട്ട് 3 കുഞ്ഞുങ്ങളെയും എപ്രകാരം ദിവികാരുണീശയെ ആരാധിക്കണമെന്ന് പഠിപ്പിച്ചുവല്ലോ.
മലാഖയുടെ പ്രാർത്ഥന നമുക്കും ഏറ്റെടുത്തുകൊണ്ട് ദിവികാരുണ്യ നമുക്ക് ആരാധിക്കാം. നമ്മൾ യേശുവിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, എന്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ആമേൻ. ദിവികാരുണ്യ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവെ, സ്തുതിക്കുന്നു. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. വരുന്ന 10-18 ദിവസങ്ങൾ നമുക്കൊന്ന് സമർപ്പിക്കാം. വലിയ ആഗ്രഹത്തോടെ പരിഹാരം ചെയ്ത് പരിത്യാഗം അനുഷ്ഠിച്ച് ആത്മാക്കളെ നേടുവാനുള്ള കൃപ ദിവികാരുണ്യത്തിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം. ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സന്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സ്വർഗത്തിൻ്റെ പടയാളികളായി വരുന്ന നിമിഷങ്ങളിൽ, വരുന്ന ദിവസങ്ങളിലെല്ലാം ദിവികാരുണ്യ ഈശോയ്ക്ക് മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച് ആത്മാക്കളെ നേടാനുള്ള കൃപ സർവശക്തനായ ദൈവം യേശുനാമത്തിൽ നമുക്കൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു നിമിഷം ഷക്കീന മിനിസ്ട്രിക്ക് വേണ്ടിയും ഷക്കീന മിനിസ്ട്രിയിൽ ശുശ്രൂഷ ചെയ്ത എല്ലാ മക്കൾക്ക് വേണ്ടിയും നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൽ സ്വർഗമഭിഷേകം ചെയ്തിരിക്കുന്ന ശുശ്രൂഷ ആത്മാക്കളെ നേടുവാൻ, ദൈവത്തോട് ചേർന്ന് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിരിക്കുന്ന ഈ മക്കൾ അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടി ദിവികാരുണ്യ ഈശോയ്ക്ക് മുമ്പിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinaprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു
ആത്മാവിനെ നേടുവാൻ ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം.